വസുദേവ നാരദ സംവാദം. തൻ്റെ കുടുംബത്തിൽ കുറേ ദുർനിമിത്തങ്ങൾ വസുദേവർ കാണുന്നു. തൻ്റെ മക്കളെല്ലാം ധൂർത്തരും മദ്യപാനികളുമായി കുടുംബത്തിലാകെ കലഹമായി തീർന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ കുലത്തിൽ പോലും ദുർനിമിത്തങ്ങളുണ്ടായി. ഏതൊരു കുലത്തിൽ ജനിച്ചിട്ടാണോ ഭഗവാൻ ഈ ലോകം ഉദ്ധരിക്കാൻ നിശ്ചയിച്ചത്, ആ കുലത്തിലുള്ളവർ പോലും ധൂർത്തരായി തീർന്നു. താൻ പോകുന്നതിന് മുമ്പ് ഈ കുലം നശിപ്പിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അല്ലെങ്കിൽ തൻ്റെ കുലം മൂലമാകും ഈ ലോകം നശിക്കുക. അങ്ങനെ താൻ അവതരിച്ച കുലം തന്നെ തട്ടിമാറ്റിയ അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. ആ കുലത്തിൻ്റെ നാശത്തിന് വേണ്ട കാരണം അവിടെ തന്നെ ഉണ്ടായി. എപ്രകാരമാണോ കാട്ടിൽ അത്യുഗ്രമായ കാറ്റുവീശി വൃക്ഷങ്ങൾ തമ്മിൽ ഉരസി അഗ്നിയുണ്ടായി കാട് മുഴുവൻ കത്തി നശിക്കുന്നത്, അതുപോലെ കൊടുങ്കാറ്റുണ്ടായി തൻ്റെ കുലം മുഴുവൻ നശിപ്പിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു. എങ്ങനെയാണ് കുലം നശിക്കുക? അപ്പോൾ കുലത്തിന് സ്വാർത്ഥതയും ക്രോധവും ഉണ്ടാകുന്നു. അപ്പോൾ കുലം നശിക്കും. കുലത്തിൻ്റെ അന്ത്യം അടുത്തു തുടങ്ങി. ഓരോ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ഒരു ദിവസം ഭഗവാന്റെ മക്കളായ പ്രത്യുമ്നൻ, സാമ്പൻ തുടങ്ങിയവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭരദ്വാജൻ, വ്യാസൻ തുടങ്ങിയ മഹർഷിമാർ ഭഗവാനെ കാണാനായി അവിടെ എത്തി. കുട്ടികൾക്ക് മഹാത്മാക്കളെ ഒന്ന് കളിയാക്കണമെന്ന് തോന്നി. അവർ ജാമ്പവതി പുത്രനായ സാമ്പനെ പെൺവേഷം കെട്ടിച്ച് ഗർഭിണിയാക്കി മഹർഷിമാരുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു, ഇവൾ എങ്ങനെ പ്രസവിക്കുമെന്ന്, എന്തിനെ പ്രസവിക്കുമെന്ന്. ആ മഹാത്മാക്കൾക്ക് മനസ്സിലായി ഇവർ തങ്ങളെ കളിയാക്കിയാണെന്ന്. അവർ ദാനനിരതരായി. എത്രയും മഹാത്മായായ ആദരണീയായ ഭഗവാന്റെ കുലം നശിക്കാൻ ഞങ്ങൾ കാരണക്കാരാകുമെന്ന് അവർക്ക് തോന്നി. അവർ പറഞ്ഞു, ഇവൾ ഒരു ഇരുമ്പുലയ്ക്കയെ പ്രസവിക്കും. ആ ഇരുമ്പുലയ്ക്ക നിങ്ങളുടെ കുലത്തിന് നാശമായി തീരുകയും ചെയ്തു. ഇങ്ങനെ ശപിച്ചിട്ട് മഹാത്മാക്കൾ തിരിച്ചുപോയി. കുട്ടികൾ ആകെ പേടിച്ചു. അവർ കരഞ്ഞുകൊണ്ട് ഉഗ്രസേന രാജാവിൻ്റെ അടുത്തെത്തി വിവരങ്ങൾ പറഞ്ഞു. രാജാവ് അവരെ സമാധാനിപ്പിച്ചിട്ട് കെട്ടഴിച്ചു നോക്കിയപ്പോൾ കാണുന്നു ഒരു ഇരുമ്പുലയ്ക്ക. രാജാവ് അവർക്ക് മനോധൈര്യം നൽകി. ആ ഒരു ഇരുമ്പുലയ്ക്ക മുഴുവൻ രാക്കി പൊടിയാക്കി പ്രഭാസതീർത്ഥം എന്ന കടലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കഷ്ണം ഇരുമ്പ് മാത്രം ബാക്കിയായി. ആ ഇരുമ്പ് കഷ്ണം കടലിലെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിനെ കിട്ടിയ മുക്കുവൻ ആ ഇരുമ്പ് കഷ്ണം ഒരു വേടന് കൊടുത്തു. വേടൻ ആ ഇരുമ്പ് കഷ്ണം ഒരു കൊല്ലൻ്റെ അടുത്ത് കൊടുത്ത് അസ്ത്രമുണ്ടാക്കി. ആ അസ്ത്രമാണ് പിന്നീട് ഭഗവാന്റെ മേൽ തറയ്ക്കുന്നത്. അങ്ങനെ യാദവ വംശത്തിൻ്റെ നാശത്തിനുള്ള കാരണങ്ങൾ പ്രകടമാകുന്നു. ഇതെല്ലാം തട്ടിമാറ്റാൻ കഴിയുന്ന ഭഗവാൻ കാലത്തിൻ്റെ ഗതിയെ അതിൻ്റെ വഴിക്ക് വിടാൻ നിശ്ചയിച്ചു. ഏതായാലും കുലത്തിൻ്റെ അന്ത്യം അടുത്തു തുടങ്ങി എന്ന് കണ്ട വസുദേവർ കുട്ടികളുടെ നാശം കണ്ട് ഭയപരവശനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്ന വസുദേവരുടെ മുന്നിലേക്ക് നാരദ മഹർഷി കടന്നു വരികയാണ്. മഹർഷിയുടെ കാൽ കഴുകി നമസ്കരിച്ചിട്ട് വസുദേവർ പറഞ്ഞു, ഞാൻ ഇത്രകാലം തപസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ എനിക്ക് മകനായി കിട്ടിയതെന്ന്. എന്നിട്ടും എൻ്റെ ഉന്നതിക്ക് വേണ്ടി കൃഷ്ണനെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പുത്രവാത്സല്യം കൈക്കൊണ്ട് ജീവിച്ച എനിക്ക് ഭഗവാൻ പറഞ്ഞ തത്വങ്ങളിലേക്കൊന്നും ഉയരാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിഴലിലാണ്. ഈ മനോഹരങ്ങളായ കെട്ടിടങ്ങളൊക്കെ നശിച്ചു പോകുന്നത് ഞാൻ കാണുന്നു. പ്രളയം വന്ന് എല്ലാം നശിച്ചു പോകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ ഭയത്തിൽ നിന്ന് മുക്തനാവാൻ എനിക്ക് കഴിയുന്നില്ല. അവിടുന്ന് ഈ ഭയത്തിൽ നിന്ന് എന്നെ മുക്തനാക്കിയാലും എന്ന് പറഞ്ഞ് നാരദ മഹർഷിയുടെ കാൽക്കൽ വീണു. എനിക്കൊരു ചോദ്യമുണ്ട്, അങ്ങ് എനിക്ക് മറുപടി തരണം. നാരദ മഹർഷി ചോദിച്ചു, എന്താണ് അങ്ങയുടെ ചോദ്യം? ഹേ മഹാത്മാവേ, എനിക്ക് ഭാഗവതത്തെ ധരിപ്പിച്ചിരിക്കുന്ന സൂക്ഷ്മതത്വം പറഞ്ഞു തരുമോ? എനിക്ക് ഭയത്തിൽ നിന്ന് മുക്തനാകാൻ അത് കേൾക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? മനുഷ്യൻ്റെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം കാമമാണോ? അല്ല, ഭയമാണ്. നമ്മുടെ ഋഷി ശരീരന്മാർ 5000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയതാണത്. ഭയത്തിലാണ് കാമം ഇരിക്കുന്നത്. മനുഷ്യന് തോന്നി ഒറ്റയ്ക്ക് ജീവിച്ചാൽ സുഖവും സന്തോഷവും കിട്ടില്ല എന്ന്. മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ സുഖവും സംതൃപ്തിയും ഈ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ എന്നീ ബന്ധങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ആർക്കും മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അനുഭവം വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ഞാൻ ഭയമെന്ന വികാരത്തെ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. നമ്മുടെ പൂർവികർക്ക് മനസ്സിലായി, മരണഭയത്തിലാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നതെന്ന്.
മരണഭയമില്ലെങ്കിൽ മറ്റൊരു ഭയവും ഉണ്ടാവുകയില്ല. ആർക്കും ഈ ലോകത്ത് നിന്ന് പോകാൻ ഇഷ്ടമില്ല. ഒറ്റപ്പെടുന്നത് ആർക്കും ഇഷ്ടമില്ല. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോ ഭയം വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്നേഹം അഭിനയിക്കേണ്ടിയും വരുന്നു. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കേണ്ടി വരും. ശരിയല്ലേ? സ്നേഹത്തിന് വേണ്ടി നമ്മുടെ സ്വാർത്ഥത മാറ്റിവെക്കുന്നു. കാരണം ഒരു ഭയം. ഒറ്റപ്പെടുമ്പോൾ, പ്രായം കൂടുമ്പോൾ ശരീരത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. ശരീരം തളരാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാവും: ഗുരുവായൂരപ്പ, കിടത്താതെ കൊണ്ടുപോകണേ. ഏതായാലും ഈ ഭയങ്ങളൊക്കെ ഒരു നിഴല് പോലെ നമ്മുടെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയോ? നാരദ മഹർഷി പറഞ്ഞു, ആരും ജീവിതത്തെക്കുറിച്ച് ഇത്ര കുലങ്കുഷമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തിനാണിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ട് ആർക്കും മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം ഒരു ദിവസം നമുക്കും ആ വഴിക്ക് പോകണമെന്നറിയാം. ഏതായാലും ഈ ചോദ്യം ഇതിനു മുമ്പ് വിദേഹരാജിലെ നിമിതൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നവയോഗികൾ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കാം. നവയോഗികൾ ചെറുപ്പത്തിലെ ജ്ഞാനവും ഭാഗവതന്മാരായിരുന്നു. ആ സംവാദം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഭയത്തിൽ നിന്നും മുക്തരാകുക? മരണഭയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന